+2 ലെവൽ മെയിൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ ക്ലാസ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ്. 15 ചോദ്യങ്ങളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോട് തന്നെ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1772 കേട്ടോ. അപ്പോൾ 1872 സെപ്റ്റംബർ 1 1872 സെപ്റ്റംബർ 1 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. 1872 സെപ്റ്റംബർ 1 ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നത് എന്നറിഞ്ഞിരിക്കുക. തെറ്റിക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര ഭാഗങ്ങളാണ് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലുള്ളത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3 ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1 ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കാം അല്ലേ. അപ്പോൾ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളാണോ, കുറ്റാരോപിതൻ്റെ പക്കൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണോ, മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെക്കുറിച്ചാണോ, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല? ഇതിലേതാണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിയും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിദഗ്ധരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 പ്രതിപാദിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ജെയിംസ് സ്റ്റീഫൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ്. തെറ്റിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ വരാൻ പോകുന്ന എല്ലാ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സുകളും നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? എന്താണ് എവിഡൻസ് എന്ന് പറയുന്ന ഈ പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ലാറ്റിൻ ഭാഷ. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഏത് വാക്ക് വരുന്നത്? എവിഡൻസ്. EVIDENCE. ഓക്കെ, അപ്പോൾ എവിഡൻസ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എവിഡൻസ് എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരത്തിലുണ്ട്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരത്തിലുണ്ടെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് തെളിവുകൾ പ്രധാനമായിട്ടും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 9 തരത്തിലാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എത്ര തരം തെളിവുകളുണ്ട്? 9 തരം തെളിവുകളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. 9 തരം തെളിവുകളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എത്ര തരം തെളിവുകളാണുള്ളത്? 9 തരം തെളിവുകളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെ പറയുന്ന പേരെന്താണ്? എന്താണ് ചോദ്യം? കോടതിയിൽ നമ്മളിപ്പോൾ ഒരു കോടതിയിൽ ചെന്നിട്ട് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേര് എന്തെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള നേരിട്ട് കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേരാണ് റിയൽ എവിഡൻസുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ റിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെയാണ് നമ്മൾ റിയൽ
എവിഡൻസ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്. എന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര അധ്യായങ്ങളുണ്ട്? 11 അധ്യായങ്ങളാണ് കേട്ടോ. അപ്പോൾ 11 അധ്യായങ്ങളും 3 ഭാഗങ്ങളുമാണുള്ളത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 11 അധ്യായങ്ങളും 3 ഭാഗങ്ങളുമാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് അതൊക്കെ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും 4 പ്രസ്താവനയും ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 52. തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാക്ഷിയെ പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണെന്ത്? സെക്ഷൻ 52 എന്ന് പറയുന്നുണ്ട്. ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും വിധേയമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം 3 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എത്ര ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ. അപ്പോൾ നമുക്കത് തെറ്റാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും വിധേയമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതും ശരി തന്നെയാണ്. ഓപ്ഷൻ ബി നോക്കിയേ. ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താമെന്ന് പറയുന്നതും ശരിയാണോ? അതെ, അതും ശരി തന്നെയാണ്. എന്നാൽ സെക്ഷൻ 52 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതാണ് ഈ ഒരു ഓപ്ഷനകത്ത് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണല്ലേ സെക്ഷൻ 52. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 52 എന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ സാക്ഷിയായി ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഹോംവർക്കാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 52 എന്താണെന്ന് കണ്ടെത്തിയ ശേഷം നമ്മുടെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലിസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? എന്താണ് ലിസ്റ്റ് എവിഡൻസ് എന്നറിയപ്പെടുന്നത് എന്തിനെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. എന്താണ്? പ്രൈമറി എവിഡൻസുകളെയാണ് നമ്മൾ പൊതുവേ ലിസ്റ്റ് എവിഡൻസുകളെന്ന് പറയുന്നത്. പ്രൈമറി എവിഡൻസുകളെയാണ് നമ്മൾ പൊതുവേ എന്തെന്ന് പറയുന്നത്? ലിസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രൈമറി എവിഡൻസുകളെയാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ കുറിച്ച് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെക്കൻഡറി എവിഡൻസിനകത്ത് ഉൾപ്പെടാത്തത് എന്തെന്നാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്നത്, ഡോക്യുമെൻറ്റുകളുടെ നമ്മുടെ കൺഫോയിലുകൾ, അതുപോലെ തന്നെ ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോകൾ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എന്താണ്? ഡയറക്റ്റ് എവിഡൻസുകളാണല്ലേ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ്. ഒരാളൊരു സംഭവത്തെ പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ സെക്കൻഡറി എവിഡൻസിനകത്ത് ഉൾപ്പെടാത്തതെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഇതെല്ലാം സെക്കൻഡറി എവിഡൻസുകളാണ്. തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളും ഡോക്യുമെൻറ്റുകളും ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോകളും എല്ലാം സെക്കൻഡറി എവിഡൻസ് ആണ്. പക്ഷേ ഇതാണെങ്കിലോ ഒരാളൊരു സംഭവത്തെ പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്നതൊക്കെ സെക്കൻഡറി എവിഡൻസ് ആണോ? ആ സെക്കൻഡറി എവിഡൻസിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന എത്ര വകുപ്പുകളാണ്? 167 വകുപ്പുകളാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 167 വകുപ്പുകളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. വസ്തുക്കളുടെ പ്രസക്തി, തെളിവ് ഹാജരാക്കാത്തതും അതിൻ്റെ ഫലവും, തെളിവ്
തെളിവിനെ സംബന്ധിച്ച കാര്യങ്ങൾ മുകളിൽ പറഞ്ഞവയല്ല. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് വസ്തുക്കളെക്കുറിച്ചുള്ള പ്രസക്തി പറയുന്നുണ്ട്, തെളിവുകൾ ഹാജരാക്കലും അതിൻ്റെ ഫലത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്, തെളിവ് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നു? വസ്തുക്കളുടെ പ്രസക്തി, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും, തെളിവിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരെ നേരെ നടത്തുന്ന ബലപ്രയോഗം, കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. എന്താണ്? നമ്മുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റവും കുറ്റകരമായ ബലപ്രയോഗവും എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഏത് IPC സെക്ഷനാണ് ഇതൊക്കെ പറയുന്നത്? IPC സെക്ഷൻ 27 ആണ് കേട്ടോ. അപ്പോൾ 27ാമത്തെ സെക്ഷൻ എന്ത് ചെയ്യുന്നത്? സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ നേരെ നടത്തുന്ന ബലപ്രയോഗവും കയ്യേറ്റവും കുറ്റകരമായ ബലപ്രയോഗവും എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്ന സെക്ഷനാണ് IPC സെക്ഷൻ 27 എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. എന്താണ്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ഏതാണ് ആ സെക്ഷൻ? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 എന്താണ് പറയുന്നത്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 32 എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 15 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ അത് ഞങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.